അടുക്കളയിൽ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഒടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്. എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചനെ മമ്മി എന്ന് വിളിച്ചാ മതി. മമ്മിന്നോ മങ്കിന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്. പക്ഷെ ആര് വിളിക്കൂടി? എന്തോ ഇത്ര ധൃതി? മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും മതി. ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേട്ടനോട് പല അയ്യോ ഞാൻ നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. പിന്നെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷൻ ചെയ്തോണ്ട് വിട്ടിരുന്നാ മതിയോ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ലേ. ഇന്നലെ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ ചെയ്യും. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തെന്നോ? നീ എന്തുവാടി പറയുന്നേ? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചനയും കൊണ്ട് വന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല. പറഞ്ഞു കാണും ഉണ്ണിയേട്ടൻ മറന്നതാ. മറന്നല്ല. എന്റെ ദൈവമേ മുടിയും പോയി ജോലിയും പോയി. പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ ഇപ്പൊ കുട്ടിയും പോയി. പ്രസവിക്കാത്ത മൊട്ടച്ചി നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുണ്ട എടുത്ത് വാക്കാത്ത് വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും പോയി. ഇന്നെന്താ ഊണും ഉറക്കൊന്നും ഇല്ലേ? ഞാൻ കുറച്ച് ലേറ്റ് ആവും. ചോറ് ഉടമ്പ് വെച്ചിട്ട് നീ കിടന്നു. ഇതെന്തായി കുത്തിക്കുറിക്കുന്നത്? തിങ്കളാഴ്ച ഗായത്രി മീനോൻ കൊലക്കേസിന്റെ വിസ്താരം തുടങ്ങാം. അതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എനിക്കും വരാലോ വിസ്താരം കേൾക്കാൻ? ഓ കൊണ്ടുപോവാമേ. ഇപ്പൊ എന്നെ പൊന്നു പോയി കിടന്നു ഉറങ്ങിയാട്ട്. ഇത് കണ്ട കൊണ്ടുവന്നല്ല മോൻ ഉറക്കം വരുന്നുണ്ട്. അവന് പാല് കൊടുത്തിട്ട് കിടത്തി ഉറക്കം. കൊച്ചുവക്കിൽ ഏത് നേരം ഉറക്കേ ഉള്ളൂ. കുംഭകർണൻ ഉറങ്ങേണ്ട പ്രായമല്ലേ ഇത്? ഉറക്കത്തിലാ കുഞ്ഞുങ്ങൾ വളരുന്നത്. കൊണ്ട് കിടത്ത. നമുക്കേ പാല് കുടിച്ചേച്ച് ഉറങ്ങാം. സാറേ ഇന്ന് വിസ്താരം നടക്കുന്നോന്നില്ല. അതെന്താണോ? നന്ദകുമാർ സാറ് ഹാജരാകുന്നില്ല. അവധിക്ക് അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്തോ? ഇപ്പൊ കൊടുത്തോളൂ. ജമാലെ സാറിന് എന്താ സുഖമില്ലേ? ഏയ് അസുഖമൊന്നുമില്ല. എന്തോ ചെറിയ ഫാമിലി പ്രോബ്ലംസ്. വൈഫ് വേണമെങ്കിൽ വീട്ടിൽ പോണുണ്ട്. ആതിരയും മോനും വീട്ടിൽ പോകാൻ അവിടെ വിശേഷം വല്ലതുണ്ടോ? ഒരു ചെറിയ വിശേഷമുണ്ട്. നന്ദേട്ടൻ ഓഫീസിൽ വന്നിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷം കാണുന്നു. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. എന്തിനാ നന്ദേട്ട ഇപ്പൊ സ്പീഡ്? നിങ്ങൾക്ക് പോയി പറയും. ഏത് നരയത്തിലെ കിടന്നറിയാതെ ഞാൻ ഈ വണ്ടി കയറില്ല. എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം നീ എന്നെ കാണാൻ വന്നപ്പോ ഒരു കത്തിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ അടുത്ത ദിവസം അതെന്റെ കൈ കിട്ടിയത്. വായിച്ചു നോക്ക്. ആ കാമുകൻ നീയല്ലേ?
അല്ല നന്ദേട്ടാ. പിന്നെ ആരാടാ പട്ടി? നന്ദേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നന്ദേട്ടാ, ആതിരയുടെ ഭാവന സൃഷ്ടിയാണ് ആ മനുഷ്യൻ. നന്ദേട്ടന്റെ പ്രപ്പോസൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു പുരുഷനെയും കണ്ണിൽ പിടിക്കാത്ത ആതിരയ്ക്ക് അവളുടെ സങ്കല്പങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നന്ദേട്ടന്റെ ആലോചന മുടക്കാൻ അവൾ കണ്ടെത്തിയ വഴിയാണ് ഈ കത്ത്. അല്ലാതെ ഇതിൽ യാതൊരു സത്യാവസ്ഥയില്ല. കൊള്ളാം നിന്റെ കണ്ടുപിടുത്തം. പെണ്ണുങ്ങളെ വശീകരിക്കാൻ മാത്രമല്ല നിനക്ക് വിരുത്. നീ ഒരു പഠിച്ച കള്ളന. സാക്ഷികളെയും കള്ളസാക്ഷികളെയും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നന്ദേട്ടന് മനസ്സിലാവില്ല. നന്ദേട്ടന്റെ മനസ്സിൽ നിറയെ സംശയങ്ങളാ. അതേടാ, സംശയമാ. എനിക്ക് എല്ലാരെയും സംശയമാ. പക്ഷെ എന്റെ ജീവിതം തൊലച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ഇപ്പൊ നിനക്ക് തൃപ്തിയായോ? പ്രായമായ പെണ്ണ സ്വന്തം ബന്ധവും വെച്ചുകൊണ്ടുള്ള കളിയും ചിരിയും വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിന്നെ വിലക്കി. ഇപ്പൊ അവളുടെ ജീവിതം ഒരു വഴിയായപ്പോ നിനക്ക് മതിയായോ? ഞാൻ നോക്കിയിട്ട് നന്ദന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത്തരത്തിലൊരു കത്ത് കിട്ടിയാൽ ഞാനായാലും ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനി അതിലെഴുതിയിരിക്കുന്നത് സത്യമല്ലെന്ന് ആര് കണ്ടു? നന്ദേട്ടൻ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. പക്ഷേ അമ്മായിയും അമ്മാവനും എന്നെ അവിശ്വസിക്കരുത്. ആതിരയെ ഞാൻ എന്റെ മുറപ്പെണ്ണായിട്ടല്ല കണ്ടത്. ജീവിച്ചിരുന്നെങ്കിൽ ആതിരയുടെ പ്രായമുണ്ടാകുമായിരുന്ന എന്റെ ദീപമുള്ള സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ആ സ്വാതന്ത്ര്യത്തിൽ കുറെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കുസൃത്തരങ്ങളും കാണിക്കും. കുഞ്ഞുനാളിലെ നീ അതിന് മിടുക്കിയായിരുന്നു. പച്ചില ഊതി കളിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണ് ഊതി പറപ്പിക്കാനായിരുന്നു നിനക്ക് താല്പര്യം. നന്ദേട്ടന്റെ പ്രപ്പോസൽ മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വലിയവളാകാൻ കൂടിയ മോൾ അങ്ങനെ ഒരു കത്ത് എഴുതിയെന്ന് ഭാനുട്ടനറിയാം. പക്ഷെ ആ കുസൃതി ഒരു ബൂമറാങ് പോലെ തിരിച്ചു വന്നല്ലോ മോളെ. കരയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെ ആരെത്ര വേണമെങ്കിലും അവമാനപ്പെടുത്തിക്കോട്ടെ, നാട്ടുകാർ പറയുന്ന ഒന്നും തിരുത്താൻ ഭാനുട്ട് മെനക്കെടാറില്ലെന്നറിയാലോ. മോളുടെ കാര്യം അതല്ല. നന്ദേട്ടന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും.